നാം ഇന്ന് അനുഭവിക്കുന്ന ഈ നമ്മുടെ സമയവുമായി ബന്ധപ്പെട്ട വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹദീസ്. സയഅതി സമാനൻ അലന്നാസ്, ഒരു കാലം വരുന്നുണ്ട്, സമൂഹം കാണാൻ പോകുന്ന ഒരു കാലം. ആ കാലത്തിന്റെ പ്രത്യേകത യതകാറബു ഫീഹി സമാൻ, സമയങ്ങളൊക്കെ പരസ്പരം അടുത്തടുത്ത് വരും. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? സമയങ്ങൾ അടുത്തടുത്ത് വരും. ഫതകൂനു സനതു കശ്ശഹർ വയകൂനു ശഹറു കൽ ജുമുഅ ഫതകൂനു അൽ ജുമുഅതു കൽ യൗം വയകൂനു അൽ യൗമു കസ്സഅ ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ. സങ്കീർണമായ ഒരു ഹദീസല്ല, ആർക്കും മനസ്സിലാക്കാൻ പറ്റും. സമയങ്ങൾ അടുത്തടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഫതകൂനു സനതു കശ്ശഹർ, ഒരു കൊല്ലം ഒരു മാസം തീർന്നു പോകുന്നത് പോലെ അവസാനിച്ചു പോകും. വയകൂനു ശഹറു കൽ ജുമുഅ, ഒരു മാസം ഒരു ആഴ്ച അവസാനിച്ചു പോകുന്ന അത്രയും വേഗതയിലും കലാശിക്കും. ഫതകൂനുൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ചയോ ഒരു ദിവസം എന്ന പോലെ പെടുന്നനെ തീർന്നു പോകും. വയകൂനുൽ യൗമു കസ്സഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും തീർന്നു പോകും. ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ, ഒരു മണിക്കൂറാണെങ്കിൽ അത് കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും പെടുന്നനെയും അവസാനിച്ചു പോകുമെന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഇവിടെ ഇരുന്ന് ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. കൊല്ലത്തിൽ എത്ര മാസം എന്ന് ചോദിച്ചാൽ എന്നും 12ആണ്, അന്നും ഇന്നും. ദിവസം 165ആണ്. മാസത്തിലെ ദിവസത്തിനോ ആഴ്ചയിലെ ദിവസത്തിനോ ദിവസത്തിലെ മണിക്കൂറിനോ മണിക്കൂറിലെ മിനിറ്റുകൾക്കോ മിനിറ്റിലെ സെക്കൻഡുകൾക്കോ ഒരു കുറവും ഇല്ല. പക്ഷേ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ അനുഭവമാണ് അതിവേഗതയിലാണ് സമയം പോകുന്നത്. വെള്ളിയോട് വെള്ളിയാവുന്നത്, മാസത്തോട് മാസമാവുന്നത്, 1-ാം തീയതിയോട് 1-ാം തീയതി ആവുന്നത്. ഒരുപക്ഷെ ഡിസംബർ 31 കഴിഞ്ഞിട്ട് ജനുവരി 1 അല്ലെങ്കിൽ നവവർഷം, പുതുവർഷം, ന്യൂ ഇയർ, അത് അനുഭവിച്ചതും അതിൽ പങ്കെടുത്തതും ഒക്കെ നമ്മുടെ ഇന്നലെ എന്ന പോലെയാണ്. പക്ഷെ ഇന്ന് മാസം 5, ഒരു കൊല്ലത്തിന്റെ പകുതിയോളമായിരിക്കുന്നു. നമ്മുടെ ആയുസിന്റെ നല്ലൊരു ശതമാനം തീർന്നിരിക്കുന്നു. അപ്പൊ കേവലം ഞാൻ ആയുസ് തീർന്ന കഥ മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് എങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ പറ്റി? ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ 4 ആള് കൂടിയാൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ഒരു വിഷയം ഒരുപക്ഷെ ഇതായിരിക്കാം. ജനിച്ചാൽ മരിക്കുമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതായിരിക്കും. സമയം പെട്ടെന്നാണ് പോകുന്നത്. വാട്സാപ്പിലെ സ്റ്റാറ്റസുകളും നാം പോസ്റ്റ് ചെയ്യുന്ന കുറിപ്പുകളും ഒക്കെ, വീട്ടിലെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആലോചിച്ച് നോക്കൂ. 5-ാം ജന്മദിനം, 10-ാം ബർത്ത്ഡേ, 15-ാം ബർത്ത്ഡേ, എത്ര പെട്ടെന്നാണ്. ഇന്നല്ലാഹ ഖദ സവ്വാലിയൽ അർള മശാരികഹാ വ മഗാരിബഹാ, പ്രവാചകന്റെ വചനങ്ങളാണ്. ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു, അന്ത്യനാള് വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഈ ദീൻ ശരിയാണ് എന്നുള്ളതിന് അറ്റ് മിനിമം പുണ്യ നബിയുടെ പുലർന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ മാത്രം ഒന്ന് നിരീക്ഷിച്ചാൽ മതി. എങ്ങനെ ഒരാൾക്കിത് പറയാൻ കഴിയുന്നു? എങ്ങനെ ഒരാൾക്കിത് പറയാൻ കഴിയുന്നു? ലാ തഖൂമുസ് സഅ. ഞാൻ ആമുഖമായി 2-3 ഹദീസും ഒരു ആയത്തും പറയാന്ന് കരുതിയതാണ്. ലാ തഖൂമുസ് സഅ ഹത്താ യഊദ അർളുൽ അറബി അൻഹാറൻ വ മുറൂജ. പ്രവാചകന്റെ വേറെ ഹദീസ്, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യഊദ അർളുൽ അറബി അൻഹാറൻ വ മുറൂജ. അറേബ്യൻ നാടുകൾ പൂന്തോട്ടങ്ങളും നദികളും സമുദ്രങ്ങളും ഒക്കെയായി മടങ്ങുന്നത് വരെ ഗൗരവത്തിൽ ആലോചിക്കണം. പുണ്യ നബി ഇത് പറയുമ്പോൾ അറേബ്യയിൽ പൂന്തോട്ടങ്ങളില്ല, പാർക്കുകളില്ല, നദികളില്ല, അറിയപ്പെട്ട ജലാശയങ്ങളൊന്നും സാർവത്രികമായി അറേബ്യയിൽ ഒരിടത്തും ഇല്ല. ഒറ്റപ്പെട്ട കഥകളിലേ ഉള്ളൂ.
പക്ഷേ പ്രവാചകൻ പറഞ്ഞു, അന്ത്യനാൾ ആകുമ്പോഴേക്ക് അറേബ്യ മുഴുവനും ഹരിതാപമാകും, കൃഷി നിറയും, തോട്ടങ്ങൾ നിറയും, ജലസേചന പദ്ധതികൾ നിറയും, ഇറിഗേഷൻസ് നിറയും, ഉല്ലാസ കേന്ദ്രങ്ങളും തോടുകളും അരുവികളും പുഴകളും ഒക്കെ കുഴിക്കപ്പെടും. അങ്ങനെ ഒരു കാലം വരാതെ അന്ത്യനാൾ സംഭവിക്കില്ല. ഇന്ന് അറേബ്യയിൽ ഗൾഫിൽ പോയവർക്കറിയാം, നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഏറെ പാർക്കുകൾ അവിടെയാണ്, തടാകങ്ങൾ അവിടെയാണ്, അരുവികൾ അവിടെയാണ്, കിലോമീറ്ററുകൾ കണക്കിന് തോട്ടങ്ങളാണ്. നമ്മുടെ നാട്ടിലേക്ക് ഫ്രൂട്ട്സും പച്ചക്കറിയും ഇറക്കാൻ പോലും വിഭവങ്ങൾ ഇന്നാട്ടിനേക്കാൾ കൂടുതൽ അവിടെ വിളവ് എടുക്കപ്പെടുന്ന രീതിയിലൊക്കെയാണ് അവിടെ കൃഷിയുടെയും എല്ലാം തോട്ടത്തിന്റെയും എല്ലാം പരിവർത്തനങ്ങൾ സംഭവിച്ചത്. ഒരുപക്ഷെ പ്രവാചകൻ ഇത് പറയുന്ന കാലത്ത് അതവർക്ക് മനസ്സിലാക്കാൻ, കേട്ട സഹാബികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. അന്ത്യനാൾ വരെ അറേബ്യയിൽ സംഭവിക്കുന്നത് പറയുകയാണ്. ഹജ്ജിന് മുമ്പറക്കും പോയ സഹോദര സഹോദരിമാർ ഉണ്ടാകുമല്ലോ ഒരുപക്ഷെ. മദീനയിലെ മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൻ നബവി, ഇന്ന് ലോകത്തെ ഏറ്റവും മനോഹരമായ കെട്ടിടം, ലോകത്തെ ഏറ്റവും മനോഹരമായ രമ്യഹർമ്മങ്ങളിൽ ഒന്ന്, സൗധങ്ങളിൽ ഒന്ന്, അക്ഷരാർത്ഥത്തിൽ വെള്ളക്കൊട്ടാരമായി മാറിയ മനോഹരമായ കെട്ടിടം. പക്ഷേ നബിയുടെ കാലത്തത് എങ്ങനെയായിരുന്നു? ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയായി മേഞ്ഞ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ ഒരു കേവലം ഒരു കെട്ടിടം, ഒരു കൂര. അതിലിരുന്നു കൊണ്ട് പുണ്യ നബി പറഞ്ഞൊരു ഹദീസുണ്ട്, എന്റെ ഈ വെള്ളക്കൊട്ടാരം നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും, എന്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? ഇതൊന്നും ഒരു കേവലം കെട്ടുകഥയല്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വൃത്തി എന്ന് പറയുന്നത് അതിന്റെ ചരിത്രപരതയാണ്, അതിന്റെ സത്യസന്ധതയാണ്. നാം ഇത് 2025 ജീവിക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു 14 നൂറ്റാണ്ട് പിറകിൽ ക്രിസ്തബ്ദം 571 ഏപ്രിൽ മാസം 21 ആമിനയുടെ മകനായി അബ്ദുള്ളയുടെ പുത്രനായി മുഹമ്മദ് ജനിക്കുന്നത്. 571 ഏപ്രിൽ മാസം 21 630 ജൂൺ 8 അല്ലെങ്കിൽ ആഗസ്റ്റ് 10 632 അള്ളാഹുവിന്റെ പ്രവാചകർ വഫാത്താവുന്നത്. 622 ജൂലൈ 19 മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. ഇതൊക്കെ ചരിത്രമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ജീവിതമാണ്, ബയോഗ്രഫിയാണ്. ഇപ്പോ ഈ CE അല്ലെങ്കിൽ AD 570 571 കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് എത്ര സാങ്കേതികമായി അപരിഷ്കൃതരായിട്ടുള്ള ഉപായങ്ങളൊക്കെ നമ്മളെക്കാൾ ഒരുപാട് പിറകിലായിരിക്കും അവർ. ആ കാലഘട്ടത്തിലാണ് പറയുന്നത്, എൻ്റെ ഈ വെള്ളക്കൊട്ടാരം, എൻ്റെ ഈ മസ്ജിദ് നോക്കിയിട്ടത് ദജ്ജാൽ ചോദിക്കും, ആരതാണ് ഈ വെള്ളക്കൊട്ടാരം? അന്നത് വെള്ളക്കൊട്ടാരമല്ല, അന്നത് കേവലം ഒരു കുടിലാണ്, ഒരു കൂരയാണ്. ചെളി കൊണ്ട് ചെളിക്കട്ട അട്ടിക്ക് വെച്ച ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, അന്നത്തെ മോഡൽ. ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കി, ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കിയ, നിലം മുഴുവനും ശക്തമായി വെയിലറിച്ചാൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പ്, മടമ്പുംകാല് കുത്തി നിൽക്കാൻ പോലും പറ്റാത്ത വിധം തപോഗ്രമായ മണൽപ്പരപ്പ്. മഴ പെയ്താലോ ചോർന്നൊലിക്കുകയും ചെയ്യും.
ആ ഒരു ഓലമേഞ്ഞ കൂരയിലിരുന്നു കൊണ്ടാണ് നബി പറയുന്നത്, കുറെ കാലം കഴിഞ്ഞാൽ എന്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാലി ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരതാണ് കേട്ടോ ഈ വെള്ളക്കൊട്ടാരം? എന്തൊരു ധൈര്യം വേണം അത് പറയാൻ. 1400 കൊല്ലത്തിന് ഇപ്പുറത്ത് വെച്ച് നാം ഈ ഹദീസ് വിശകലനം ചെയ്യുമ്പോ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് വെള്ളക്കൊട്ടാരമായി. രണ്ട് കാര്യമാണ് അവിടെയുള്ളത്. ഒന്ന്, ഇത് കാണാത്ത കാലത്ത് തന്നെ സ്വഹാബികൾ അത് വിശ്വസിച്ചു. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. കുറെ കാലം കഴിഞ്ഞാൽ എന്റെ ഈ പള്ളി വെള്ളക്കൊട്ടാരമാകുമെന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസ് ഒരു കൂരയുടെ അകത്ത് വെച്ച് പറയുമ്പോ, വെയിലേൽക്കുന്ന മഴ പെയ്താൽ മഴയും കൊള്ളേണ്ടി വരുന്ന ഒരു കൂരയുടെ ഉള്ളിൽ വെച്ച് നബി അത് പറയുമ്പോ സ്വഹാബികൾ ആരും സന്ദേഹം പ്രകടിപ്പിച്ചില്ല. അങ്ങനെയൊക്കെ ആകൂ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ നടക്കാത്തത് പറയുന്നത്, തള്ളി മറിക്കുന്നത്? ഈ കൂര എങ്ങനെ വെള്ളക്കൊട്ടാരമാകാനാണ്? ഇവിടെ തിന്നാൻ പോലും വകയില്ല, ഉപരോധമാണ്. അണിയാനും ഉടുക്കാനും മാനം മര്യാദക്ക് വസ്ത്രമില്ല, യുദ്ധം ചെയ്യാൻ ആയുധമില്ല, നല്ല വാഹനമില്ല, നിലത്ത് വിരിക്കാൻ ഒരു വിരി പോലും ഇല്ല. അങ്ങനെയുള്ള ഈ പള്ളി നിങ്ങൾ എന്താ ഈ പറയുന്നത്, കുറെ കാലം കഴിഞ്ഞാൽ കൊട്ടാരമാകുമെന്നോ എന്ന് ഒരു സഹാബിയും ചോദിച്ചില്ല. കാരണം അൽ ഇസ്ലാമു, എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ അപ്പടി വിശ്വസിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാവട്ടെ നിരക്കാത്തതാവട്ടെ, അനുഭവിക്കാൻ പറ്റിയതാവട്ടെ പറ്റാത്തതാവട്ടെ, നമുക്ക് അനുഭവിക്കാൻ പറ്റിയത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സമ്മതമായത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വിശ്വാസം എന്ന് പറയോ? നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും പറ്റാത്ത കാര്യങ്ങൾ ലോകത്തുണ്ട് എന്നതിൻ്റെ അർത്ഥം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പാകതയിലുള്ള ഒരു ബുദ്ധിശക്തി ഇല്ല എന്ന് മാത്രമാണ്. ആ കാര്യം ഇല്ല എന്നുള്ളതല്ല. അപ്പൊ എല്ലാ കാര്യവും, ഏത് വിഷയം എടുത്ത് നോക്കിയാലും ആത്യന്തികമായി അതിന്റെ ഒരു മടക്കം എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമികമായി അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കത് സമ്മതമാണോ അല്ല എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഏതിനും ഒരു നിർവചനം ഉണ്ടാകുമല്ലോ. ഏതൊരു വിഷയത്തിനും, ഒരു പ്രത്യയശാസ്ത്രമാകട്ടെ, ഒരു തിയറി, ലോകത്ത് ഏതൊരു സിദ്ധാന്താണെങ്കിലും അതിനൊരു നിർവചനം ഉണ്ടാകും. ഇസ്ലാമിന്റെ നിർവചനം ഇതാണ്, തസ്ദീഖ് ബിമാ ജാഅ ബിഹി നബി, നബി പറഞ്ഞതിനെ വിശ്വസിക്കുക. അത് ശരിയായിരിക്കും. പിൽക്കാലം അത് കാണുന്നു, പക്ഷെ കാണാതെ അവർ വിശ്വസിച്ചു. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, വലിയ ഒരു വിശേഷമുള്ള ആയത്തൊന്നും അല്ല കേട്ടാൽ, പക്ഷെ ഒരു കൗതുകമുണ്ട്. സൂറത്തു ദുഖാൻ, കം തറകൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ വ സുറൂഇൻ വ മഖാമിൻ കരീം വ നഅമത്തിൻ കാനൂ ഫീഹാ ഫാഖിഹീൻ കദാലിക വ ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻളരീൻ. ഇസ്ലാമിനെ കൃത്യമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വേറൊരു വിഷയവും അയാൾക്ക് രസം ഉണ്ടാകില്ല, ഹര ഉണ്ടാവില്ല. ഇത് മാത്രമാകും രസം. കാരണം അത്രക്ക് ഭംഗിയുണ്ട് ഇതിന്റെ ഒരു ആന്തരികാർത്ഥങ്ങൾ. ലോകത്തെ വലിയ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടനായ നീചനായ ഏകാധിപതിയായിരുന്നു റംസീസ് രണ്ടാമൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഓസിമാൻഡിയോസ് എന്ന പേരുകാരനായ ഫിർഔൻ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ പ്രതിയോഗി. ഫിർഔനെ കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതും ഒരു സാങ്കല്പിക കഥാപാത്രമല്ല.
ഇന്നത്തെ ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്നു. റംസീസ് രാജവംശം. അദ്ദേഹം റംസീസ് പരമ്പരയിൽപ്പെട്ട രണ്ടാമൻ. അദ്ദേഹത്തിന്റെ പേര് ഓസിമണ്ടിയോസ്. ഞാനാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു ഭൗതികവാദിയാണ്. മൂസ അലൈഹിസ്സലാം കണ്ണുകൊണ്ട് കാണാത്തൊരു അള്ളാഹുവിനെ അല്ലേ പരിചയപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തിനാണ് കണ്ണുകൊണ്ട് കാണാത്തൊരു അള്ളാഹുവിനെ ആരാധിക്കുന്നത്? കണ്ണുകൊണ്ട് കാണുന്ന ഞാനില്ലേ ഇവിടെ? ഇതാണ് ഫിറഔന്റെ വാദം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരുന്നില്ലേ? ജീവിക്കാൻ ആവശ്യമായതൊക്കെ, ഭക്ഷണം തരുന്നു, പാർപ്പിടം തരുന്നു, ആനുകൂല്യങ്ങൾ തരുന്നു. പിന്നെ എന്തിനാണ് അനുഭവിക്കാൻ പറ്റുന്ന ഞാനുണ്ടായിരിക്കെ അനുഭവിക്കാൻ പറ്റാത്ത മറ്റൊരു ദൈവം? ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത്രയും വലിയ അഹംഭാവിയും ധിക്കാരിയും ഒക്കെ ആയിരുന്ന ഫിർഔൻ ഒടുവിൽ, ഞാൻ ആ കഥ പറയുകയല്ല, റെഡ് സീ അല്ലേ, എന്താണ്, ചെങ്കടലിൽ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം ഉണർത്തിക്കൊണ്ട് ഖുർആൻ ഒരു പരാമർശം നടത്തി. കടലിൽ മുങ്ങി നശിച്ച ഫിർഔനെ കുറിച്ച് ഖുർആൻ ഒരു പരാമർശം നടത്തി. എന്താ പരാമർശം? കം തറക്കൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ. ഫിർഔനും പരിവാരങ്ങളുമൊക്കെ എന്തുമാത്രം തോട്ടങ്ങളും കൃഷികളും ഒക്കെയാണ് ഇട്ടേച്ച് വിട്ടേച്ച് പോയത് മരിക്കുമ്പോ. മഖാമിൻ കരീം. എത്ര തോട്ടങ്ങളും അരുവികളുമാണ് ഇട്ടേച്ച് പോയത്. മഖാമിൻ കരീം. എത്ര കൃഷിയിടങ്ങളും എത്ര ഉന്നതമായ മട്ടുപ്പാവുകളും കൊട്ടാരങ്ങളുമാണ് ഇട്ടേച്ച് പോയത്. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാഖിഹീൻ. അവർ ആർമാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവർ ഇട്ടേച്ച് പോകേണ്ടി വന്നത്. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. എന്നിട്ട് പിന്നെ ആ ഫിർഔനും സംഘവും പോയതിനു ശേഷം വേറെ ജനതക്ക് നാം അത് കൊടുത്തു. ഇങ്ങനെ ഫിർഔൻ എന്ന് പറയുന്ന വലിയ ചക്രവർത്തി കടലിൽ മുങ്ങി നശിച്ചതിനെ ചൊല്ലി ഫമാ ബഖത് അലൈഹിമുസ് സമാ. ആകാശം കരഞ്ഞില്ല. ഫമാ ബഖത് അലൈഹിം. അവരെ ചൊല്ലി വിലപിച്ചില്ല, കരഞ്ഞില്ല. അസ്സമാഉ ആകാശം. വൽ അർദു ഭൂമിയും കരഞ്ഞില്ല. വമാ കാനൂ മുൻവരീൻ. അവർ തിരിച്ചു വരട്ടെ എന്നാരും കാത്തിരുന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് സാവകാശം ചെയ്യപ്പെട്ടു കൊടുത്തുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതെന്താണ് ഇയാൾ പറയുന്നത്? ഒരാൾ മരിച്ചാൽ ആകാശം കരയില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഭൂമി കരയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ആ പറഞ്ഞതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലായത്, അനുഭവത്തിൽ മനസ്സിലായത് ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എന്താണ് കാര്യം? നമുക്കറിയാം, ഇന്ന് ടൂറിസം വളരെ വികസിച്ച കാലമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആളുകൾ ചറപറ സഞ്ചരിക്കുന്നു. ഈജിപ്തിന്റെ പ്രത്യേകത, നമ്രൂദിന്റെ ഫിറഔനിന്റെ തട്ടകം ഈജിപ്താണ്. ഈജിപ്തിൽ കൂടുതൽ അതിന്റെ ചരിത്രത്തിന്റെ ഭാഗം അവിടെയുള്ള പിരമിഡുകളാണ്. പിരമിഡുകളുടെ പ്രത്യേകത, ഈജിപ്തിലെ പിരമിഡുകളുടെ പ്രത്യേകത, അതിന്റെ അകത്ത് മുൻകാലക്കാരായ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ അവശിഷ്ടങ്ങളും അവശേഷിപ്പുകളും അവരുടെ ഡെഡ് ബോഡീസും ഒക്കെയാണ് ഈ പിരമിഡുകൾക്കുള്ളിൽ ഉള്ളത്. ബോക്സിൽ അടക്കം ചെയ്ത അവരുടെ മമ്മികൾ എന്ന് പറയും. അപ്പൊ ചിലപ്പോഴൊക്കെ ഈ പിരമിഡ് തകരും. കാലപ്പഴക്കം കൊണ്ട് നുരുമ്പിച്ചും ജീർണിച്ചും പൊടിക്കാറ്റടിച്ചും ഒക്കെ അത് തകരും. അപ്പൊ ചിലപ്പോഴൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് മമ്മികളൊക്കെ പുറത്തു വരും, പുറത്തെടുക്കും. ഇപ്പൊ ലോകത്ത് ഇന്ന് നടക്കുന്ന വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായ, ചരിത്ര പഠനത്തിന്റെ ഭാഗമായ, ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമം, ആർക്കിയോളജിസ്റ്റുകൾ ഈ പിരമിഡിന്റെ അകത്ത് നിന്നും മമ്മി പുറത്തെടുത്തിട്ട് അത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ
കുറെ താളിയോലകൾ ഉണ്ടാകും. താളിയോലകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അതേപോലെ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അന്ന് ഈ താളിയോലയിലാണ് എഴുതുക. എല്ലിന്റെ പുറത്ത് എല്ലുമ്മലും കല്ലുമ്മലും താളിയോലയൊക്കെയാണ് എഴുതാറുള്ളത്. അപ്പൊ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന താളിയോലകളുടെ ഭാഷ ഇന്നത്തെ ഭാഷയായിരിക്കില്ല. 3000-4000 കൊല്ലം മുമ്പുള്ള ലിപികളാണ്. അപ്പൊ അതിനെ ഇന്നത്തെ ഭാഷയിലേക്ക് വായിക്കുക എന്നുള്ള ശ്രമകരമായൊരു ജോലി, വളരെ അധ്വാനം നിറഞ്ഞ ജോലിയാണ്. അത് ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈജിപ്തിലെ ഈ താളിയോലയിൽ ആലേഖനം ചെയ്യപ്പെട്ട ലിപികളുടെ ഭാഷ ഹീറോഗ്ലിഫിക് ലാംഗ്വേജ് കുടുംബത്തിൽ വരുന്ന ഭാഷ. ജസ്റ്റ് അത് ഗൂഗിൾ ചെയ്താലൊക്കെ മനസ്സിലാവും. കുറെ ചിഹ്നങ്ങളായിരിക്കും, ചതുരം, ത്രികോണം, വൃത്തം, അതിൻ്റെ ഉള്ളിൽ കുറെ കുത്ത്, കുറി, കോമ. അപ്പൊ അത് ഒരുപാട് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജുകളിലേക്ക് മാറ്റി ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരണം. കൂട്ടത്തിൽ ഒരു താളിയോല വായിക്കപ്പെട്ടു. ആ താളിയോല 2017 വായിക്കപ്പെട്ടത്. 2017 ഇപ്പോൾ ആവറ്റ ആൾക്കാരുടെ പേരിനൊന്നും പ്രസക്തിയില്ല. അത് വായിച്ചു നോക്കുമ്പോൾ അതിലെന്താ ഉള്ളത്? ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതിയായി പാടി. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഇത്തരം താളിയോലയിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന ശ്ലോകങ്ങൾ എന്താണ് എന്ന് മുഴുവനും റെക്കോർഡായി ഇന്ന് വായിക്കാൻ കിട്ടും. പിരമിഡ് അട്രൻസ് എന്ന ജസ്റ്റ് ഒരുപാട് സൈറ്റുകളുണ്ട്. അട്രൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ധരണികൾ, ശ്ലോകങ്ങൾ, മൊഴികൾ. ഈ പിരമിഡിൽ രേഖപ്പെടുത്തപ്പെട്ട മൊഴികൾ, ആ കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്നതും കാണാം. പിരമിഡ് അട്രൻസ് 1365 വേഴ്സ് നമ്പർ 553. എന്താ അറിയോ? ഈജിപ്തിലെ ഭരണാധികാരിയായ റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതി പറഞ്ഞു. അന്നൊക്കെ കൊട്ടാരത്തിൽ ഇന്നും അറിയാലോ, കൊട്ടാരത്തിൽ രാജാവിന്റെ മുഖസ്തുതി പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് പൊന്നും പൊട്ടും പവിഴവും സ്ഥാനവും ഒക്കെ ആയി പോകുന്ന കൊട്ടാര വിദൂഷകന്മാർ, അതേപോലെ കവികളൊക്കെ ഉണ്ടാകും. ഈ കൊട്ടാര കവികൾ ഫിറഔനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ആകാശം കരയും. നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ഭൂമിയും കരയും. പിരമിഡ് അട്രൻസ് 1365 വേഴ്സ് നമ്പർ 553. എന്താ? The sky will weep for thee, the earth will tremble for thee, the most awaited one. ഇതാണ് ആ ശ്ലോകം. ഇതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. The sky will weep for thee, ആകാശം താങ്കൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും. The earth will tremble for thee, ഭൂമി നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു വിറക്കും. The most awaited one, മരണപ്പെട്ടാലും തിരിച്ചു വരുമെന്ന് മറ്റുള്ളവരാൽ പ്രതീക്ഷിക്കപ്പെടുന്നവരിൽ ഒന്നാമനെ. നമ്മളെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ മരണപ്പെട്ടാൽ പത്രക്കാരൊക്കെ ചിലപ്പോൾ സെൻസേഷണൽ സ്റ്റോറി എഴുതൂലേ? ശ്മശാനമുഖമായിരുന്നു, ഇരുണ്ട അന്തരീക്ഷമായിരുന്നു, ഇല പോലും അനങ്ങിയില്ല. മെറ്റഫറിക്കലി പറയാലോ, ആലങ്കാരികമായി. അതേപോലെ ഒരു കാര്യമാണ് കവികൾ പറഞ്ഞത്. നിങ്ങൾ മരിച്ചാൽ ആകാശം കരയും. കാരണം നിങ്ങളുടെ നഷ്ടം ഈ ലോകത്തിന്റെ നഷ്ടമാണ്, പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നഷ്ടമാണ്. അപ്പൊ ആകാശം തന്നെ കരയും. നിങ്ങൾ മരണപ്പെട്ടാൽ ഭൂമിയും കരയും. കാരണം നിങ്ങളെപ്പോലെ ഒരാൾ ഭൂമിയിൽ ഇല്ലല്ലോ. അത്രയും പ്രധാനിയല്ലേ, നേതാവല്ലേ. നിങ്ങൾ മരിച്ചാൽ ആൾക്കാർ കാത്തിരിക്കും, നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. ഇതാണ് മുഖസ്തുതിയായി പാടിയത്. ഇങ്ങനെ ഫിർഔന്റെ മുഖത്ത് നോക്കി ഫിർഔന്റെ കൊട്ടാര കവികൾ പാടിയിരുന്നു എന്ന് 2017 മുമ്പ് ലോകർക്കറിയില്ലായിരുന്നു. നമ്മുടെ കാലത്താണ് ഇത് പുറത്തു വന്നത്. ഇത് BC എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ മുമ്പാണ് ഈ
താളിയോലയിലൊക്കെ ഇത് എഴുതപ്പെട്ടത്. പക്ഷെ ഇതൊന്നും അറിയാതെ മദീനയിൽ വിശുദ്ധ ഖുർആനുമായി വന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഫിർഔനിന്റെ തകർച്ചയും മരണവും പരാമർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ ഖുർആൻ പറയുകയാണ് ഫമാ ബഖത് അലൈഹിമുസ് സമാ. ഫിർഔൻ മരിച്ചാൽ ആകാശം കരയുമെന്നാണ് 3000 കൊല്ലം മുമ്പ് കവികൾ പറഞ്ഞത്. പക്ഷേ ഫമാ ബഖത് അലൈഹിമുസ് സമാ, ഫിർഔൻ നശിച്ചപ്പോൾ ആകാശം അറിഞ്ഞതേ ഭാവിച്ചില്ല, ഒരു തുള്ളി പോലും കരഞ്ഞില്ല. വൽ അർളു, ഫിർഔൻ മരിച്ചാൽ ഭൂമിയും കരയും എന്നാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കവികൾ പറഞ്ഞത്. പക്ഷേ വൽ അർളു, ഭൂമിയും കരഞ്ഞില്ല, ഭൂമിയും വർച്ചില്ല. നേരെ ചൊവ്വയാണ്. The sky will be for thee, കവി. ഫമാ ബഖത് അലൈഹിമുസ് സമാ, അല്ലാഹ്. The earth will tremble for thee, കവി. വൽ അർളു, ഖുർആൻ. The most awaited one, കവി. ഫമാ കാനു മുൻദരീൻ, ആരും അവരെ കാത്തിരുന്നില്ല, വിശുദ്ധ ഖുർആൻ. ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വൽപ്പമേ ചിരിക്കൂ, ധാരാളം കരയുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇനി പറയുന്നത് മുതൽ നിങ്ങൾ മനസ്സ് തുറന്ന് കാത് തുറന്ന് കേട്ടാൽ പോരാ, മനസ്സ് തുറന്ന് കേൾക്കണം, എങ്കിലിത് മനസ്സിലാവൂ. നിങ്ങൾ എന്നേക്കാൾ മനസ്സിലാക്കാൻ പറ്റിയവരാണ്, അത് മറ്റൊരു വിഷയം. ഞാൻ ഇതിന്റെ ഭാഗമായി പറഞ്ഞു എന്ന് മാത്രം. ഞാൻ റസൂലുള്ളാഹിന്റെ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാവം എങ്ങനെയാണെന്ന് ഹദീസിൽ വന്നത് പറയാം. അത് വെച്ചിട്ട് നമ്മുടെ മനോഭാവത്തെ നിങ്ങൾ അളക്കണം. എന്നിട്ട് ആധുനികത എന്തുകൊണ്ട് ഒരു തെറ്റായ ടെൻഡൻസിയാണ് എന്ന് മനസ്സിലാക്കുകയുമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാനി ദായിമൽ ഫിക്രി ലൈസ ലഹു റാഹ ലികുല്ലി ഹാലിൻ ഇൻദഹു ഇതാദ്. എന്താണ് നബി എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹിന്റെ ഒരു വൈബ് എന്താന്ന് ചോദിച്ചാൽ ഇതാണ് വൈബ്. റസൂലുള്ളാഹിന്റെ വൈബും നമ്മൾ ആലോചിക്കണല്ലോ. ചക്കന്മാരെ വൈബും കാന്താരി പെൺകുട്ടികളുടെ വൈബും തന്ത വൈബും മാത്രം ആലോചിച്ചാൽ പോരാ, എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ വൈബ്, അതാണ് ഈ പറഞ്ഞത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു മുതവാസിലൽ അഹ്സാൻ, സദാ ദുഃഖിതനായിരുന്നു, ഖിന്നനായിരുന്നു. ദായിമൽ ഫിക്ർ, സദാ സുചിന്തിതനായിരുന്നു, ചിന്തകനായിരുന്നു. ലൈസ ലഹു റാഹ, മതിമറക്കുന്ന ഒരു ചിയർ സന്ദർഭം നബിക്കുണ്ടായിരുന്നേയില്ല. ലികുല്ലി ഹാലിൻ, സന്ദർഭമേതായാലും ഇൻദഹു ഇതാദുൻ, അത് മറികടക്കാനുള്ള മറുമരുന്ന് നബിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? മുതവാസിലൽ അഹ്സാൻ. എപ്പോഴും റസൂലുള്ളാഹിക്ക് ടെൻഷനായിരുന്നു. എന്ത് ടെൻഷൻ എന്നറിയോ? മാനവികതയുടെ ടെൻഷൻ. കച്ചവടം പൊട്ടിയ ടെൻഷനല്ല, ആൾക്കാര് പഴി പറഞ്ഞ ടെൻഷനല്ല, അംഗീകരിക്കപ്പെടാത്ത ടെൻഷനല്ല. റസൂലുള്ളാഹിന്റെ ടെൻഷൻ ജീവകാരുണ്യപരമായ ടെൻഷനാണ്. എന്തുകൊണ്ടാണ് റബ്ബേ ഇത്രയും വ്യക്തമായ ശക്തമായ ഈ സത്യം ജനങ്ങൾക്ക് മനസ്സിലാവാത്തത്? എന്റെ അല്ലാഹ്, ഞാൻ ഉൾപ്പെട്ട ഈ വെളിച്ചം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല? കാണുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ നരകത്തിൽ അകപ്പെട്ടു പോവില്ലേ? സമൂഹം എന്തേ ഇങ്ങനെ ദുഷിച്ചു പോയി? ലഹരിയിലാണല്ലോ, മദ്യമാണല്ലോ പ്രധാനം, യുദ്ധമാണല്ലോ പ്രധാനം, മദിരാക്ഷിയാണല്ലോ പ്രധാനം, തൊലിപ്പുറമെയുള്ള ആനന്ദങ്ങളാണല്ലോ പ്രധാനം. ഏവർക്കും വേണ്ടത് സുഖമാണല്ലോ. ആരും എന്തേ ആഴത്തിൽ ആലോചിക്കാത്തത്? പൊരുളുകൾ എന്തേ ചിന്തിക്കാത്തത്? ഇതാലോചിച്ചുകൊണ്ടായിരുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാൻ. അതൊരു നേതാവിന്റെ ദുഃഖമാണ്, ഒരു മനുഷ്യ സ്നേഹിയുടെ ദുഃഖമാണ്. അതാണ് നബിയുടെ ദുഃഖം, അതാണ് നബിയുടെ ദുഃഖം.
ഇവിടെ രാമന്റെ ദുഃഖം എന്ന് പുസ്തകം ഇറങ്ങി. ഇനി ഇറങ്ങേണ്ട പുസ്തകം മുഹമ്മദിന്റെ ദുഃഖമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാനവികതയുടെ ദുഃഖമാണ്. സഹസമൂഹത്തിന്റെ നടപ്പിലുള്ള വേദനയാണ്. പിന്നെയോ ഇന്ന് ചിന്തിക്കണം, മറ്റുള്ളവരെ ആലോചിച്ചുകൊണ്ട് ദുഃഖിക്കുക എന്ന് പറയുന്നത് ആധുനിക ലോകം പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ടോ ഇന്ന് ലോകത്ത്? അങ്ങനെയൊന്നുണ്ടോ ഇന്ന് ലോകത്ത്? മറ്റുള്ളവരെ ആലോചിച്ചുകൊണ്ട് ദുഃഖിക്കുക. ഗാസയിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കരിച്ചു തിന്നുന്നു. തൊട്ടിപ്പുറത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഷെയ്ഖുമാരും സുൽത്താൻമാരും പോലും സൽക്കാരം കൊടുന്നു. ആരെയാ പഴപ്പിച്ചത്? ഇത്തിബാഉ മുഹമ്മദിൻ ഒഴിവാക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഉ ഡാഷ്, അത് അറബികൾക്ക് ശീലമായി. മറ്റുള്ളവരാലോചിച്ചുകൊണ്ട് സങ്കടമുണ്ടോ? ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ദൈന്യതയാർന്ന ചിത്രം കാണുമ്പോൾ താങ്ങാൻ കഴിയാതെ സ്ക്രോള് ചെയ്ത് ഒഴിവാക്കേണ്ടി വരുന്നു. 61 ദിവസമായി ഇന്നേക്ക് ബ്ലോക്കാണ്. ഒരു വഴിയിൽ നിന്നും ഒരു ട്രക്ക് പോലും, ഒരു ബ്രെഡിന്റെയോ ഒരു ഗോതമ്പിന്റെയോ ഒരു ട്രക്ക് പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്നിട്ടോ അതിന്റെ 100 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരാടിനെ മുഴുവനും അറുത്തിട്ട് മൃദുലമായ ഭാഗം മാത്രം തിന്ന് ബാക്കി വേസ്റ്റ് ആകുന്നു. അറബി ഷെയ്ഖും മക്കളും ഭാര്യയും. ഇതാണ് ഇന്നത്തെ ലോകം. ഒരാടിനെ മുഴുവൻ അറുത്ത് പൊരിച്ച് അത് തളികയിൽ വെച്ചിട്ട് അതിന്റെ സോഫ്റ്റായ ഭാഗം മാത്രം അത് മാത്രം സ്പൂണ് കൊണ്ട് കോരി തിന്ന് ബാക്കി മുഴുവനും മണ്ണിലേക്ക് വലിച്ചെറിയുന്ന അറബ് ഷെയ്ഖിന്റെ, അറബ് സുൽത്താന്റെ, അവരെ ഭാര്യമാരുടെ 100 കിലോമീറ്റർ അപ്പുറത്ത് കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചിട്ട് മാനം മര്യാദക്ക് തൊണ്ട നനയെ വെള്ളം കുടിച്ചിട്ട് മാസം 2 കഴിഞ്ഞു. ഇന്നത്തെ ലോകത്തിന് മുസ്ലിങ്ങളെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി പറയണ്ടല്ലോ. അവിടെ പോയി ആയുധം വിൽക്കുന്നവന്റെ കഥ ഞാൻ പറഞ്ഞില്ല. തമ്മിലടുപ്പിക്കുന്നവന്റെ കഥ, ലാഭം കൊള്ളുന്നവന്റേത്, ഇതൊക്കെ വേറെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സങ്കടപ്പെടുക എന്നുള്ളതല്ല. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിൽ സെൽഫി എടുക്കുന്ന ടെൻഡൻസി. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ട വീട്ടിലേക്ക് പോയിട്ട് കോല് പിടിച്ചു പോയിട്ട് ചാനലുകാരൻ സങ്കടമുണ്ടോ എന്ന് മുറിവിൽ മുളക് പുരട്ടുന്ന ഏർപ്പാട്. അവർക്ക് ഇത് മനസ്സിലാവില്ല. മുതവാസിലൽ അഹ്സാൻ, മനുഷ്യന്റെ ദുഃഖം വായിച്ച മനുഷ്യന്റെ പേരാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാഇമൽ ഫിക്ർ, ചിന്തിക്കുമായിരുന്നു, ആലോചിക്കുമായിരുന്നു. ചിരിയല്ല, ചിന്തയാണ് പ്രധാനം. ഏത് സമയത്ത് റസൂലുള്ളാഹിന്റെ അരികെ പോയാലും വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുകയായിരിക്കും. ആഴത്തിൽ കണ്ണ് തറച്ച് തുറച്ചു നിൽക്കുന്ന രൂപത്തിൽ ഗൗരവമുള്ള ഒരു വിറ്റനല്ല, തമാശക്കാരനല്ല, ഒരു കോമാളിയല്ല, ഒരു കേവലം ഈ പറയുന്നത് പോലെ ഒരു കളിതമാശയുടെ ആളല്ല. ആള് സീരിയസ് ആയിരുന്നു. അതാണ് അതിന്റെ താല്പര്യം. ഇന്ന് ആഴത്തിലുള്ള ആലോചന, ആളുകൾക്കൊന്നും ആഴമില്ല. ഇതാണ് ആധുനികതയുടെ പ്രശ്നം. നമ്മൾ ഒരാളെ കാണുമ്പോ കാണുന്ന തന്നെ അയാൾ കുറെ ചിരിക്കും, കുറെ പറയും, കുറെ തിന്നും, കുറെ കഥ പറയും, കഥ കേൾക്കും, കോമഡി ആസ്വദിക്കും, കുറെ ഫോണിൽ സ്ക്രോളും. ഒരു ദിവസം കൂടി കഴിഞ്ഞ് പിറ്റേന്നായി അന്നും അത് തന്നെ, പിറ്റേന്നായി അന്നും അത് തന്നെ. അതിനപ്പുറത്തൊന്നില്ല. ഒരു മനുഷ്യനെയും ആഴമുള്ള ഡെപ്തുള്ള മനസ്സിനെ ആഴമുള്ള മനുഷ്യനാക്കാൻ ആധുനികത ഒന്നും ചെയ്യുന്നില്ല. തൊലിപ്പുറമെയുള്ള ഉപരിപ്ലവമായ മനുഷ്യന്മാർ. എപ്പോഴും ഈ പറയുന്നത് പോലെ നല്ലത് തിന്നാൻ കിട്ടണം, നല്ലത് കുടിക്കാൻ കിട്ടണം, നല്ലത് ഉടുക്കാൻ കിട്ടണം, നല്ല സുഖങ്ങൾ കിട്ടണം, അത്രമാത്രം. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ഫിലോസഫി എന്ന് വേറെ. ലൈസ ലഹു റാഹ, മതിമറക്കുന്ന ഒരു സന്ദർഭം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല. വിശ്രമിക്കുന്ന ഒരു സമയം പ്രവാചകൻ ഉണ്ടായിട്ടില്ല. പക്ഷേ
അധികം കരയുന്ന നബി, വിഷണ്ണനായ നബി, ദുഃഖിക്കുന്ന നബി, സങ്കടപ്പെടുന്ന നബി, മൗനം പാലിക്കുന്ന നബി, ആഴമുള്ള നബി, ആഴമുള്ള നബി, ആഴി പോലെ ആഴമുള്ള നബി, ഡീപ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ലികുല്ലി ഹാലിൻ ഇൻദഹു ഇതാദുൻ, ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള വിൽ പവറും മനോബലവും ആ നബിക്കുണ്ടായിരുന്നു. പുതിയ സമൂഹത്തിന് അതില്ല. ഇസ്ലാം വേറിട്ട് നിൽക്കുന്ന പോയിന്റ് അതാണ്. മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ, MDMA കാശ് കിട്ടാതായാൽ കോടാലി സ്വന്തം മാതാവിന്റെ നെഞ്ചത്ത്, വിചാരിച്ച പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാതായാൽ കുടുംബം മൊത്തം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന മനോഭാവം, വാക്ക് മാറിയാൽ കാമുകിക്ക് നേരെ പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് കത്തിക്കുന്ന വേറെ അതിതീവ്ര സാഡിസം. ഇതൊക്കെയാണ് ഇന്നത്തെ ടെൻഡൻസി എങ്കിൽ മറികടക്കാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. മറികടക്കാൻ പറ്റുന്നില്ല. ഗൗരവത്തിൽ ആലോചിക്കൂ. ജിമ്മിന് പോകുന്ന മക്കളാണ്, 6 പാക്ക് മക്കളാണ്, ജോഗിങ്ങിന് പോകുന്ന മക്കളാണ്. വെയിറ്റ് കരുതിയതിനേക്കാൾ 1 കിലോ കൂടിയാൽ ടെൻഷനാണ് കുട്ടികൾക്ക്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടെൻഷനാണ്. 3 കിലോ കൂടി വെയിറ്റ്, ഇനി ഈ മാസം കുറക്കണം. ഇതൊക്കെയാണ് പ്രധാന ചർച്ച. മുഖത്തിന്റെ തെക്ക് വടക്കേ മൂലയിൽ ഒരു ചെറിയ കുരു വന്നു, ഒരു ദിവസം മൊത്തം ടെൻഷനാണ്. അത്രയും സ്വന്തം ശരീരത്തെ, സ്വന്തം ഇമേജിനെ, പ്രതിച്ഛായയെ, ഷോയെ പൂജിക്കുകയും അതേസമയം മാനസികമായിട്ട് ഒരു ബലവും ഇല്ല, ഒരു ബലവും ഇല്ല, ഒരു ബലവും ഇല്ല. വിചാരിച്ച പോലെ നടക്കാതായാൽ മൂക്കുമ്മൽ ശുണ്ടീന്റെ സ്ഫോടനാത്മകമായിട്ടുള്ള ബോംബുകളാണ് ഓരോ കുട്ടിയും. എന്റെ കുട്ടി, നിന്റെ കുട്ടി, നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് ഓരോ ആൽഫ ജൻ കുട്ടിയും ശുണ്ടീന്റെ ബോംബുകളാണ്, ദുർവാശീന്റെ ബോംബുകളാണ്. കയ്യിൽ നിന്ന് ഫോണ് വാങ്ങിയാ പൊട്ടിത്തെറി. പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി കൂടിക്കൂടി ലാസ്റ്റ് മാക്സിമം പൊട്ടിത്തെറി. ഇത് വെറുതെ പറയണോ? പറയുമ്പോഴോ റെഡ് ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ്, ബ്ലാക്ക് ബെൽറ്റ്, ബ്രൗൺ ബെൽറ്റ്, പിങ്ക് ബെൽറ്റ്, ഇനി ബെൽറ്റ് ബാക്കിയില്ല. അവിടെയാണ് ഇതുള്ളത്. ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു കഥ കൂടി പറയാം. എഴുന്നേറ്റ് നോക്കിയതല്ല, എന്തോ ദേഹത്ത് തടയുന്നത് പോലെ തോന്നിയിട്ട് ഉറക്കം തെളിഞ്ഞതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുമ്പോഴുണ്ട് ഒരു വാള് പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞപ്പോ കാണുന്ന കാഴ്ച അതാണ്. വാളും പൊക്കി എതിരാളി മുമ്പിൽ, ഒരു ചോദ്യവും. മൻ യംനൗക മിന്നി, പണ്ട് മദ്രസയിൽ നബിദിനത്തിന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഈ കഥ? മൻ യംനൗക മിന്നി, നിന്നെ എന്നിൽ നിന്ന് ആര് രക്ഷിക്കുന്നതാണ് അതിന്റെ വാക്കർത്ഥം. അതിന്റെ ഒരു സെൻഷ്വൽ മീനിങ്ങോ ഇപ്പന്തായി മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയായിരുന്നു, പവനായി ശവമായില്ലേ. ഇനിയിപ്പൊ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാതെ ഉടലുമ്മ തലയായി നീ പോവില്ലല്ലോ മുഹമ്മദേ. അള്ളാഹു, ജിബ്രീല്, വഹയ്യ്, ആകാശം, ഗൈബ്, എന്തൊക്കെയായിരുന്നു. ഇനി പറാമൻ യംനൗക മിന്നി, നീ എങ്ങനെ കഴിച്ചലാകും? ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ തിക്തമായ ഭീഷണമായ ഈ സാഹചര്യത്തിലും ഒന്നെഴുന്നേൽക്കുക പോലും ചെയ്യാതെ ഉറക്കച്ചടവോടുകൂടെ ആമിന ബീവിയുടെ മോൻ പറഞ്ഞു. അതെന്ത് പറയാനാണ്? അല്ലാഹ്, ഒരു എതിരാളിയെ ബഹുമാനിക്കണ്ടേ? വാള് പിടിച്ച് കൊല്ലാൻ നിൽക്കുന്ന എതിരാളിയെ ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ടേ? ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ഒന്ന് കൂപ്പ് കൈയോടുകൂടെ, ഒന്ന് വിധേയനായി, ഒന്നും ചെയ്യല്ലേ എന്നുള്ള ഭാവത്തിൽ പറയണ്ടേ? അതല്ലൊരു മര്യാദ. ഇരിക്കുക പോലും, നിൽക്കാൻ പോയിട്ട് ഇരിക്കുക പോലും ചെയ്യാതെ ഉറക്കച്ചടവിലെ കിടത്തത്തിൽ പറഞ്ഞു മറുപടി. അല്ലാഹ്, ആള് താഴെ വീണു. അത് കയ്യിലാക്കിയിട്ട് തിരികെ ചോദിച്ചു, ഇനി പറ, മൻ യംനൗക മിന്നി, ഇനി നിന്നെ ആ രക്ഷപ്പെടുത്തു? അതിനെ ആൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല.
റസൂലും നാവ് കൊണ്ടൊന്നും പറഞ്ഞില്ല, തല കൊണ്ടാട്ടി കേട്ടോ. കൂട്ടിയാൽ കൂടുന്നതിന് നിന്നാൽ മതി മോനെ വിട്ടോ. അതാണ് ലികുല്ലി ഹാലിൻ ഇൻദഹു ഇത്താദ്. സിക്സ് പാക്ക് ഇല്ല, ജിമ്മിന് പോയിട്ടില്ല, പൊടി തിന്ന് വീർപ്പിച്ചിട്ടില്ല, ജോഗിങ്ങിന് പോയിട്ടില്ല, എബിളിസത്തിന്റെ ആളല്ല, ഫിസിക്കലിസത്തിന്റെ ആളല്ല, ഒന്നുമില്ല. പക്ഷേ മനസ്സിന് ഉറപ്പുണ്ടായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മാറ്റം. ഇതിൽ ഏതിനാണ് ബലം? ഏതിനാണ് ബലം? തന്നെ കൊല്ലാൻ വന്ന ആളുകൾ, നാട് കടത്താൻ അധ്വാനിച്ച ആളുകൾ, കുടുംബക്കാരെ കൊന്നു തള്ളിയ ആളുകൾ, ഫത്ഹു മക്ക ഒരു മാനവിക മനുഷ്യ സൗഹൃദത്തിന്റെ കഥ മാത്രമല്ല, മാനസിക ബലത്തിന്റെ കഥയാ. നിങ്ങൾ ആരെയും ഞാൻ കൊല്ലുന്നില്ല. ആയിരക്കണക്കിന് എതിരാളികളെ മുമ്പിൽ കിട്ടിയപ്പോ റസൂല് പറഞ്ഞല്ലോ, ഫദ്ഹബു അൻതുമുത്വലകാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളെ കൊല്ലുന്നില്ല, പോകൂ, പോയിക്കോളൂ. ഇത് റസൂലുള്ളാഹിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ കഥയായി നിർത്തരുത്. ഇത് മനുഷ്യ സ്നേഹത്തിന്റെ കഥയേക്കാൾ അത് മനഃശക്തിയുടെ കഥയാണ്. പ്രവാചകനെയും കുടുംബത്തെയും തന്നിൽ വിശ്വസിച്ച ആളുകളെയും വായുവിൽ കരിയില പോലെ തല പാറിപ്പിക്കും വിധം കൊല ചെയ്ത ആയിരങ്ങളെ മുമ്പിൽ കിട്ടിയിട്ടും പൊയ്ക്കൊള്ളൂ എന്ന് പറയുന്ന മനുഷ്യനുള്ള യോഗ്യത, മാനവിക സ്നേഹം 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് മനോബലമാണ്. അത് പറയാൻ ശക്തി വേണം. ക്ഷമിക്കാനാണ് ശക്തി വേണ്ടത്, അടിക്കാനല്ല. ക്ഷമിക്കാൻ. ആ ഫിലോസഫിയാണ് ആധുനികതയുടെ മുമ്പിൽ ഇസ്ലാം പറയുന്നത്. ഇത് ഞാൻ വെറുതെ ആവേശത്തിന് പറയല്ല. പുതിയ സമൂഹത്തിന് സബറാണ് ഇല്ലാത്തത്. ഏത് സബർ? സബർ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഈ ചള്ളയിൽ അടികിട്ടുമ്പോ, ഈ കവളിൽ അടികിട്ടുമ്പോ ഈ കവള് കാണിക്കലല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ മൂഡ് ഓഫിന്റെ സന്ദർഭങ്ങളെ മറികടക്കലാണ്. ഫസ്തഈനു ബിസ്സബ്രി വസ്സലാ. നമ്മളെല്ലാ കുറ്റവും ചെയ്യുന്നപ്പോഴാണ് രസമില്ല, അപ്പൊ കള്ളുപിടിക്കാം. ഒരു രസം കിട്ടുന്നില്ല, അപ്പൊ പാർട്ടിക്ക് പോകാം. ഒരു രസമില്ല, മൂഡ് ഓഫ്, ഡള്ള്, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിലൊരു കാര്യം ചെയ്യാം, അവളെ കൂട്ടി പോകാം, അവന്റെ കൂടെ പോകാം, ഒരു ദിവസം കറങ്ങി വരാം, ആരും കാണില്ല, കോളേജ് കട്ടാക്കാം, വാതിൽ കുറ്റിയിടാം, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യാം എന്നതിൽ തുടങ്ങിയിട്ട് ലഹരി ഉപയോഗിക്കാം, സിന്തറ്റിക് അടിക്കാം, നാർക്കോട്ടിക് അടിക്കാം, MDMA, എന്തൊക്കെയാ ഉള്ളത്, എനിക്ക് അതിന്റെ പേരറിയില്ല, എന്തൊക്കെയുണ്ടോ അതിലേക്കൊക്കെ സ്ലിപ്പ് ആവുന്ന പോയിന്റ് ഏതാ? രസം കിട്ടുന്നില്ല ലൈഫിൽ. നോർമൽ ലൈഫിൽ രസം കിട്ടുന്നില്ല. അപ്പോ സമാന്തരമായ രസം തേടി പോവുകയാണ്. അവിടെയാണ് ഇസ്ലാമിന് പറയാനുള്ളത് 2 കാര്യം. ഒന്ന്, എപ്പോഴും ഭൗതികമായി മനുഷ്യന് രസം കിട്ടരുത്. മൂഡ് ഓഫും ജീവിതത്തിന്റെ ഭാഗമാണ്. പറയും, നിങ്ങൾ മനസ്സിലാവണം. മൂഡ് ഓഫും ജീവിതത്തിന്റെ ഭാഗമാണ്. രസം കിട്ടാത്ത നേരങ്ങൾ, അപ്പൊ ഒന്നുകിൽ കിടന്നുറങ്ങണം. എല്ലാ മൂഡ് ഓഫിന്റെ സന്ദർഭം മറികടക്കണം. ഇപ്പൊ എനിക്ക് രസം കിട്ടുന്നില്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, നിസ്കരിക്കുക, ഒളവ് ചെയ്യുക, ചിന്തിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, ഒന്നും ചെയ്യാതെ ഇരിക്കുക. ഇതൊക്കെ ലൈഫിന്റെ ഭാഗമാണ്. അതൊന്നും ചെയ്യരുത്. എന്നിട്ട് നീ ഈ പൊടി മണക്കണം, വെള്ളം അടിക്കണം. അത് ആധുനികത. എന്താ പ്രശ്നം അറിയോ? പിന്നെ രസം കിട്ടാൻ വെള്ളം അടിച്ചോണ്ട് നിൽക്കണം, പൊടി മണത്തോണ്ട് നിൽക്കണം, പെണ്ണിന്റെ കൂടെ കറങ്ങിക്കൊണ്ട് നിൽക്കണം, ആണിന്റെ കൂടെ ചാടിക്കൊണ്ട് നിൽക്കണം. അതാ പിന്നെ പ്രശ്നം. അതിന്റെ വാലിഡിറ്റി തീരുമ്പോ പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും. ലൈഫ് വീണു പോകും. ഒറ്റ ലൈഫേ ഉള്ളൂ, ഒറ്റ ലൈഫേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഖുർആൻ പറഞ്ഞു, ഫസ്തഈനു ബിസ്സബ്ർ. നീ ആ മൂഡ് ഓഫിന്റെ നേരങ്ങളെ നീ മറികടക്ക്, നീ എന്നെ ആലോചിക്കും. അല്ലാഹ് പറയുകയാണ്, നിനക്കിപ്പോ രസം കിട്ടുന്നില്ലെങ്കിൽ എന്നെ ആലോചിക്കും. നീ ഒളോടുക്ക്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക്, നീ സുജൂദ് ചെയ്യ്, നീ ഖുർആൻ ഓത്, നീ എന്റെ അടുത്തേക്ക് വാ, പ്രതീക്ഷയോടെ വാ. 10-40 കൊല്ലം കഴിഞ്ഞാൽ, 10-20 കൊല്ലം കഴിഞ്ഞാൽ, 5-10 കൊല്ലം കഴിഞ്ഞാൽ നീ എന്റെ അടുത്തേക്ക് വരാനുള്ളവനല്ലേ? നിനക്ക് ലഹരിയായി ഞാൻ പോരെ? ലാസ്റ്റ് വിഷയം പറയാൻ പറഞ്ഞത് കൊണ്ടാണ് ലഹരിയിലേക്ക് കൺക്ലൂഷൻ ചെയ്യാം. എല്ലാ ഫ്ലക്സിലും ഇപ്പൊ അതാ ഉള്ളത്.
ലഹരി പാടില്ല എന്നുള്ളതിനേക്കാൾ ഒരു അശാസ്ത്രീയമായ ആർഗ്യുമെന്റ് ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. ലഹരി പാടില്ല, മനുഷ്യർ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനേക്കാളും അശാസ്ത്രീയമായ ഒരു മാനവിക വിരുദ്ധമായ പ്രസ്താവനയില്ല. മനുഷ്യന്റെ ഫണ്ടമെന്റൽ നീഡുകളിൽ ഒന്നാണ് ലഹരി. ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണത്. മനുഷ്യന്റെ ഒന്നാമത്തെ ആവശ്യം ഉറങ്ങലാണ്, രണ്ടാമത്തെ ആവശ്യം മൂത്രമൊഴിക്കലാണ്, മൂന്നാമത്തെ ആവശ്യം വെള്ളം കുടിക്കലാണ്, നാലാമത്തെ ആവശ്യം കാഷ്ടിക്കലാണ്, അഞ്ചാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കലാണ്, ആറാമത്തെ ആവശ്യം കുട്ടികൾക്കും വൃദ്ധന്മാർക്കും വസ്ത്രമാണ്, മധ്യപ്രായക്കാർക്ക് ലൈംഗികതയാണ്. ഇപ്പൊ 7ഉം 6ഉം അങ്ങനെയായി. എട്ടാമത്തെ ആവശ്യം പാർപ്പിടമാണ്, ഒരു വീടോ ഒരു കൂടോ ഒരു പൊത്തോ കടന്നിറങ്ങാൻ ഒരു കൂര. 9ാമത്തെ ആവശ്യം വിനോദമാണ്. വിനോദം 4 വിധം: കലാ, കായികം, സംഗീതം, ലഹരി. ഈ 12 ആവശ്യമാണ് 2 കാലുള്ള എല്ലാ ജന്തുക്കളുടെയും ആവശ്യം, ആണാകട്ടെ പെണ്ണാകട്ടെ. ഇത് 13ാമത്തെ ആവശ്യം വരൂല, 11ലേക്ക് ചുരുങ്ങുകയില്ല. ഈ പറഞ്ഞ 12 ആവശ്യം മസ്റ്റാണ്. 12 ഉണ്ടാവും. അപ്പൊ പിന്നെ ശ്വാസോച്ഛ്വാസം ഒന്ന് ചിന്തിക്കണ്ട. ശ്വാസം കഴിക്കുന്ന മനുഷ്യന്റെ ആവശ്യമാണ് എണ്ണുന്നത്. അപ്പൊ മനുഷ്യന്റെ ഫണ്ടമെന്റലായ ചോദനകളിൽ പെട്ടെന്നാണ് വിനോദം, എന്റർടൈൻമെന്റ്, രസം. അതെന്നെ 4 കലാപരമായ രസങ്ങൾ കിട്ടണം, കായികം കിട്ടണം, സംഗീതം കിട്ടണം, ലഹരി കിട്ടണം. ഈ ലഹരി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമല്ലേ? അടിസ്ഥാന ആവശ്യമായ ലഹരി പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പറയില്ല. മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആദ്യം പറഞ്ഞ 11 ആവശ്യവും ഇസ്ലാം ഒന്നുകിൽ വാജിബാക്കി, അല്ലെങ്കിൽ സുന്നത്താക്കി, അല്ലെങ്കിൽ വ്യവസ്ഥയോടെ ഹലാലാക്കി. ഉറങ്ങൽ നിർബന്ധമാണ്. ഞാൻ ഉറങ്ങൂല എന്നൊരാൾ തീരുമാനിച്ചാൽ ഹറാമാണ്. വെള്ളം കുടിക്കൽ, മൂത്രയിക്കൽ, എന്റെ ബ്ലാഡർ പൊട്ടട്ടെ മൂത്രയിക്കൂലാന്ന് തീരുമാനിക്കൽ ഹറാമാണ്. മുട്ടിയെ മൂത്രയിക്കണം. വെള്ളം കുടിക്കൽ നിർബന്ധമാണ്, കാഷ്ടിക്കൽ നിർബന്ധമാണ്, ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്, വസ്ത്രം വ്യവസ്ഥ ഉണ്ട്, നിർബന്ധമാണ്, സെക്സ് സുന്നത്താണ്, വീട് സുന്നത്താണ്, ഒരവസ്ഥയിൽ നിർബന്ധമാണ്. ഇനി അടുത്തയിലേക്ക് പോയാലോ, കല പറ്റുന്നതും പറ്റാത്തതുണ്ട്, കായികം പറ്റുന്നേ പറ്റാത്തതുണ്ട്, സംഗീതം രാഗം പറ്റുന്നേ പറ്റാത്തതുണ്ട്. പക്ഷെ ലഹരി മുഴുവനും ഇസ്ലാം ഭൗതികമായത് ഹറാമാക്കി. എന്തുകൊണ്ട്? ഇസ്ലാം പറയുന്ന ലഹരി മറ്റൊരു ലഹരിയിലേക്ക് മനുഷ്യരെത്തലാണ്, ആത്മീകമായ ലഹരി. അപ്പൊ ഗവൺമെന്റ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോഴും, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ നടത്തുമ്പോഴും, മതസംഘടനകൾ നടത്തുമ്പോഴും, മഹല്ല് കമ്മിറ്റി നടത്തുമ്പോഴും അപൂർണമാവുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ലഹരി പാടില്ല എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല, സമാന്തര ലഹരി ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തു. ഇസ്ലാം 2 ഘട്ടം ഘട്ടമായിട്ടാണ് കള്ള് നിരോധിച്ചതെന്ന് എപ്പോഴും നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ആദ്യകാലത്ത് മദ്യം കുടിക്കാൻ പറ്റുമായിരുന്നു. കള്ള് കുടിച്ചിട്ട് ഇമാമത്ത് നിന്ന കഥകൾ പോലും ഉണ്ട്. സഹാബികളുടെ കാലത്ത് കള്ളും കുടിച്ച് ഇശാ നിസ്കരിച്ചു ഓതിയ സൂറത്ത് കുല്യ അയ്യുഹൽ കാഫിറൂൻ, ഇതൊക്കെ ലാസ്റ്റ് വന്നത്. കുല്യ അയ്യുഹൽ കാഫിറൂൻ, കുല്യ അയ്യുഹൽ കാഫിറൂൻ കുടിയന്മാരല്ലാത്ത ആളുകൾ ഓതിയാൽ തന്നെ ചിലപ്പോൾ തീരില്ല. ലാഅബ്ദു മാതഅബ്ദുൻ വട്ടം കറങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിൽ കള്ള് കുടിയൻ ഓതിയാലോ ഒരിക്കലും തീരൂലല്ലോ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ്, ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ലാ തഖറബു സ്വലാത്ത വഅൻതും സുഖാറ എന്ന് പറയുന്ന ആയത്തിറങ്ങുന്നത്. നിങ്ങൾ നിസ്കരിക്കുമ്പോഴെങ്കിലും കള്ള് കുടിക്കാതെ വരണമേ എന്നാണ് അതിന്റെ താല്പര്യം. മുഴുകുടിയന്മാർ നിസ്കരിക്കുമ്പോൾ കുടിക്കാത്തൊരു സ്ഥിതി വന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം കള്ള് പൂർണ്ണമായി ഇസ്ലാം നിരോധിച്ചു. എന്തിനാണ് അവിടെ മാസങ്ങൾ വെയിറ്റ് ചെയ്തതെന്നറിയോ? കള്ള് കുടിക്കാതെ നിസ്കരിക്കാൻ വന്നപ്പോ ഇവർക്കൊരു ബദൽ ആനന്ദം, ലഹരി കിട്ടിത്തുടങ്ങി. ബോധത്തിൽ അള്ളാഹുവിനെ ഓർത്തപ്പോ, യാ അല്ലാഹ്, ഞാനിപ്പോ ആരെ മുമ്പിലാണ് നിൽക്കുന്നത്? ആരെ മുമ്പിലാണ് ഞാൻ ഈ സുജൂദ് ചെയ്യുന്നത്? ആരെ മുമ്പിലാണ് ഞാൻ ഈ മുഖവും നെറ്റിയും മൂക്കും കൈപ്പള്ളകളും കാൽമുട്ടും കാൽവിരലുകളും കൊണ്ടുപോയി പതിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ മുമ്പിലാണ്. എനിക്ക് നാളെ ഇവനെ കണ്ടുമുട്ടണം. ഞാൻ മരിച്ചാൽ ഇവനിലേക്കാണ് അണയാനുള്ളത്. ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട്.
ആരെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും തെറ്റാത്ത വിശ്വാസ്യത അവനിൽ അർപ്പിക്കാം. ഇത് പഴക്കാത്ത ഗണിതമാണ്. സുജൂദിൽ ഓർത്തു തുടങ്ങി, എഴുതാൽ ഓർത്തു തുടങ്ങി, നട്ടെല്ല് വളക്കാൻ, മുതുക് കുനിക്കാൻ, ചെന്നമരാൻ യോഗ്യതയുള്ളവന്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ആ അറിവ് തിരിച്ചറിയാവുകയും ആ തിരിച്ചറിവ് ആനന്ദമാവുകയും അത് പിന്നീട് ലഹരിയാവുകയും ചെയ്തപ്പോ സമൂഹത്തിന്, സമുദായത്തിന്, സഹാബികൾക്ക് അല്ലാഹുവും റസൂലും ലഹരിയായി മാറിയപ്പോൾ ഖുർആൻ പറഞ്ഞു ഫഹൽ അൻതും മുന്തഹൂൻ, ഇനി ലഹരി വിരുദ്ധത നിങ്ങൾക്ക് പ്രാപിച്ചുകൂടെ, എനിക്ക് കള്ള് വേണ്ട. അപ്പൊ അല്ലാഹനെയും റസൂലിനെയും അനുഭവിക്കുന്ന പോയിന്റിലേക്ക് സഹാബികൾ എത്തിയപ്പോഴാണ് കള്ള് നിരോധിച്ചത്. ആത്മീക ലഹരി ഇല്ലാത്തൊരു സമൂഹത്തിനോട് കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആത്മീക ലഹരി ഇല്ലാത്തൊരു ജനറേഷനോട് ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് നാർക്കോട്ടിക്സ് പ്രൊഡക്ട്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവര് കറങ്ങിത്തിരിഞ്ഞ് അതിലേക്ക് തന്നെ എത്തും. മനുഷ്യരല്ലേ, എന്തെങ്കിലും രസം വേണ്ടേ? ഒന്നുകിൽ ആത്മീക രസം എന്ന് ഞാൻ മാത്രം പറഞ്ഞ് കാട് കയറുന്നില്ല, ഒരു ഐഡിയോളജിക്കൽ രസം അറ്റ് മിനിമം, പുസ്തകം വായിക്കലെങ്കിലും. ബദൽ ലഹരി വേണം. അപ്പൊ എപ്പോഴും ബാക്കിയാകുന്ന ലഹരിയാണ് നമ്മുടെ ചർച്ച. അത് ആത്മീകമാണ്, അല്ലാഹുവാണ്, റസൂലാണ്.